ഇപ്പോൾ എല്ലായിടത്തും ട്രെൻഡ് തലപ്പാക്കട്ടി ബിരിയാണിയാണല്ലോ. അപ്പോൾ ചിക്കൻ വേണ്ട, മട്ടനിൽ ഉണ്ടാക്കി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇക്കാക്ക മട്ടൻ വാങ്ങിയിട്ട് വന്നിട്ടോ. എന്നായാലും മഴയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അപ്പോൾ ബിരിയാണി ആണെങ്കിലും കഴിക്കാമല്ലോ. അങ്ങനെ റൈസ് വെള്ളത്തിലിട്ട് വെച്ചു. അതിൻ്റെ കൂടെ മട്ടൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചു. നല്ല പീസുകളായിരുന്നു കേട്ടോ. കൂടെ തന്നെ പച്ചമല്ലി, വലിയ ജീരകം, ചെറിയ ജീരകം, ഗ്രാമ്പൂ, പത്രി, ഏലക്ക, കുരുമുളക്, നട്ട്സ്, പിന്നെ ഇതും കറുവാപ്പട്ടയും ബേ ലീഫും, പിന്നെ മല്ലി, പുതിന, സവാള, ചെറിയ ഉള്ളി, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി, ഇതെല്ലാം എടുത്തു വെച്ചു. അതിൻ്റെ കൂടെ പൊടികളായിട്ട് കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് നെയ്യ് മാത്രമല്ല കേട്ടോ കുക്ക് ചെയ്യാൻ, പിന്നെ സൺഫ്ലവർ ഓയിലും കൂടി എടുത്തു. പിന്നെ അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പാക്കറ്റ് തൈരും. അത്ര സാധനങ്ങളാട്ടോ. എല്ലാം റെഡിയാക്കി അടുത്തെടുത്ത് വെച്ചിട്ടാട്ടോ കുക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ പാൻ ചൂടാക്കി അതിലേക്ക് ആ സ്പൈസസ് എല്ലാം നട്ട്സ് ഉൾപ്പെടെ ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് വറുത്തെടുക്കണം. അതുകളെല്ലാം നല്ലപോലെ വറുത്തെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഇനി അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചേക്കാം. അപ്പോഴേക്കും നമ്മുടെ മിക്സറിലേക്ക് പച്ചമുളകും, പിന്നെ ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളിയും നമ്മൾക്ക് ആ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി നല്ലപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. സവാള കുറവാണ് എടുത്തത്. പിന്നെ പുതിനയിലയും മല്ലിയിലയും കൂടി ഇട്ടു. എന്നിട്ട് മിക്സറിൽ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തു. അപ്പോഴാണ് നമുക്ക് ആ ഗ്രീൻ കളറ് മസാല കിട്ടുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തണുക്കാൻ വെച്ച സ്പൈസസ് എല്ലാം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചിട്ട് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇനി നമുക്ക് കുക്കിംഗ് ബാക്കി തുടങ്ങാം. കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആദ്യം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. പിന്നെ കുറച്ച് നെയ്യും ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് സവാള ഒന്ന് വഴറ്റിയെടുത്തു. അത് ഒരുവിധം ഒന്ന് വഴറ്റി വന്നപ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്തു. ഇനി അത് രണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അത് രണ്ടും നല്ലപോലെ വഴറ്റി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരച്ചു വെച്ച ആ ഗ്രീൻ കളറ് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ പച്ച മണമൊക്കെ മാറണ വരെ നല്ലപോലെ ആ എണ്ണയിൽ വഴറ്റി എടുക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പൊടിച്ച് വെച്ച സ്പൈസസ് എല്ലാം അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകളെല്ലാം ആ പച്ചമണം മാറണ വരെയും ഇളക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടി നമ്മളൊരു കളറിന് ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച് മട്ടൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. മട്ടൻ നല്ലപോലെ നമ്മുടെ മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി ആ കുറച്ച് വെള്ളം മാത്രം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിൽ മട്ടൻ വേവിച്ചെടുത്തു കേട്ടോ. നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു. അത് തുറന്നപ്പം അത്യാവശ്യം വെള്ളവും ഉണ്ടായിരുന്നു. എന്നിട്ട് ആ കുക്കറിൽ നിന്ന് ആ പീസസ് മാത്രം എടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് നട്ട്സ് മാത്രം ഇട്ട് ആ നെയ്യിൽ അതൊന്ന് മൂപ്പിച്ചെടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ മട്ടൻ പീസ് മാറ്റിയതിൻ്റെ ആ ഗ്രേവി ഉണ്ടല്ലോ, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം നമ്മൾ ആ ഗ്രേവിയിലാണ് റൈസ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് റൈസ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം കേട്ടോ. നമ്മൾ റൈസ് ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ഒത്തിരി വേവ് ഉണ്ടാവില്ല. പിന്നെ അതിലേക്ക് കുറച്ച് തൈരും ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന മട്ടൻ്റെ പീസസ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു. അത് അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തു. ആ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ കഴുകി വാരി വെച്ച അരി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇതുപോലെ കിട്ടും. അതിന് മേളിലേക്ക് ഡെക്കറേഷന് വേണമെങ്കിൽ മാത്രം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. സംഗതി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മട്ടനൊക്കെ നന്നായിട്ട് വെന്തായിരുന്നു. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ബിരിയാണി ആ മജ്ലിസ് ചിക്കൻ ബിരിയാണി തന്നെയാണ് കേട്ടോ.